നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും വിവിധ വിഭാഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന പ്രധാന ക്ഷേമ പദ്ധതികളെക്കുറിച്ചാണ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, വിദ്യാർത്ഥികൾ, കർഷകർ, സ്ത്രീകൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, ചെറുകിട സംരംഭകർ തുടങ്ങി നിരവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ മുഴുവനായി കാണുക. ആദ്യം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ നോക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി ലഭിക്കുന്നു. ഈ KYC പൂർത്തിയാക്കുകയും ഭൂമിയുടെ രേഖകൾ ശരിയായിരിക്കുകയും ചെയ്താൽ മാത്രമേ തുക ലഭിക്കുകയുള്ളൂ. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ സ്വന്തമായി വീട് ഇല്ലാത്ത അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുന്നു. ഗ്രാമീണ മേഖലയ്ക്കും നഗരമേഖലയ്ക്കും പ്രത്യേകം പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ അർഹരായ സ്ത്രീകൾക്ക് LPG ഗ്യാസ് കണക്ഷനും വിവിധ ഘട്ടങ്ങളിൽ സബ്സിഡി ആനുകൂല്യങ്ങളും ലഭിക്കുന്നു. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ അർഹരായ കുടുംബങ്ങൾക്ക് വലിയ ചികിത്സാ ചെലവുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. സർക്കാർ അംഗീകൃത ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കാം. സ്റ്റാൻഡ് അപ്പ് ഇന്ത്യ, മുദ്ര വായ്പ തുടങ്ങിയ പദ്ധതികളിലൂടെ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാൻ ബാങ്ക് വായ്പയും മറ്റ് സഹായങ്ങളും ലഭ്യമാണ്. ഇനി കേരള സർക്കാരിന്റെ പ്രധാന ക്ഷേമ പദ്ധതികൾ നോക്കാം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലൂടെ വയോജനങ്ങൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും മറ്റ് അർഹരായ വിഭാഗങ്ങൾക്കും പ്രതിമാസ പെൻഷൻ നൽകുന്നു. കരുണ്യ ആരോഗ്യ സഹായ പദ്ധതിയിലൂടെ ഗുരുതര രോഗങ്ങൾ ബാധിച്ച അർഹരായ രോഗികൾക്ക് ചികിത്സാ ധനസഹായം ലഭിക്കുന്നു. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഭവനരഹിതരായ അർഹരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്നു. സ്കോളർഷിപ്പുകളും വിദ്യാർത്ഥികൾക്കായി വിവിധ ഫീസ് ആനുകൂല്യങ്ങളും വിദ്യാഭ്യാസ സഹായ പദ്ധതികളും നിലവിലുണ്ട്. പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും പ്രത്യേകം പദ്ധതികളുണ്ട്. സ്ത്രീകൾക്കായി സ്വയം തൊഴിൽ പദ്ധതികൾ, കുടുംബശ്രീ വഴി വായ്പാ സഹായങ്ങൾ, സംരംഭകത്വ സഹായങ്ങൾ, വിവിധ ക്ഷേമ പദ്ധതികൾ എന്നിവ ലഭ്യമാണ്. കർഷകർക്കായി കൃഷിവകുപ്പിന്റെ വിത്ത് സബ്സിഡി, കാർഷിക ഉപകരണങ്ങൾക്ക് സഹായം, ജലസേചന പദ്ധതികൾ, വിള ഇൻഷുറൻസ്, വിവിധ ധനസഹായ പദ്ധതികൾ എന്നിവ നടപ്പിലാക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ അംഗങ്ങളായവർക്കും നിരവധി ധനസഹായ പദ്ധതികളും പെൻഷൻ പദ്ധതികളും ലഭ്യമാണ്. ഈ പദ്ധതികളിൽ പലതിനും വരുമാന പരിധി, രേഖകൾ, അർഹത മാനദണ്ഡങ്ങൾ എന്നിവ ബാധകമാണ്. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട വകുപ്പ് അല്ലെങ്കിൽ ഔദ്യോഗിക പോർട്ടലിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പരിശോധിക്കുന്നത് വളരെ പ്രധാനമാണ്. പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും നിലവിലുള്ള പദ്ധതികളിൽ മാറ്റങ്ങൾ വരുമ്പോഴും അതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ അറിയിപ്പ് ലഭിക്കാൻ ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമോ സംശയമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.